അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എന്താണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ബൈൻഡൂർ എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ബസ് ചാർജ് എത്രയാണെന്നുള്ള മൂകാംബികയ്ക്ക് ബസ് ചാർജ് എത്രയാണെന്ന് നോക്കണം. അതുപോലെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കൂടി നോക്കണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ മംഗലാപുരത്തു നിന്ന് ഏകദേശം 133 കിലോമീറ്ററാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിനിൻ്റെ സമയം അതായത് 2:20 ഇവിടെ ഓൺ ടൈം എത്തുന്നത് 4:50 അല്ലെങ്കിൽ 4:45 ആ സമയത്താണ് എത്തുന്നത്. അപ്പോൾ ഇതാണ് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്കുള്ള വഴി. അപ്പോൾ ഇപ്പോൾ വന്ന ആളുകളാട്ടോ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പുറത്തേക്ക് പോകുക. അപ്പോൾ നമുക്ക് ഇനി റിട്ടേൺ വരുന്നതിൻ്റെ ട്രെയിൻ സമയവും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. അപ്പോൾ നമുക്ക് എൻക്വയറിയിലൊന്ന് പോയി ചോദിച്ചു. അപ്പോൾ നമ്മൾ ടൈമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ സൺഡേ അല്ലേ. അപ്പോൾ സൺഡേ 12:30 പിന്നെ 2:40 ട്രെയിനുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കയറി അമ്പലത്തിലേക്ക് തൊഴുത് ഇറങ്ങി ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ എത്തണം. അന്നേരം നമുക്ക് മംഗലാപുരത്തിലെ ട്രെയിൻ കിട്ടും. പിന്നെ അവിടുന്ന് നമുക്ക് നേരെ തലശ്ശേരിക്കുള്ള ട്രെയിനും കിട്ടും. കഴിഞ്ഞാൽ നേരെ ഒരു ഹോട്ടൽ അംബിക കേട്ടോ. ഹോട്ടൽ അംബിക ഇൻ്റർനാഷണൽ ബാർ അറ്റാച്ചഡാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട്, അതായത് നൈറ്റ് സമയത്ത് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് മോർണിംഗിൽ നേരെ അമ്പലത്തിലേക്ക് ഇവിടുന്ന് ബസ്സോ ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. ഓട്ടോ അവൈലബിളാണ്. നമുക്ക് ഓമിനിയൊക്കെ അവൈലബിളാണ്, ടാക്സിയൊക്കെ അവൈലബിളാണ്. ആളുടെ എണ്ണം അനുസരിച്ചിട്ട് കേട്ടോ ഇപ്പോൾ റേറ്റ്. ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ അവർ 900 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ആകെ ബസ് സ്റ്റാൻഡിലേക്ക് 1/2 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾക്ക് ബൈ ടാക്സി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ മുടക്കിയിട്ട് പോവാം. അപ്പോൾ ഞങ്ങളെന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് യാത്ര തുടങ്ങിയിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് പോകാച്ചിട്ടാണ്. അപ്പോൾ 1/2 കിലോമീറ്റർ നടക്കാറുള്ളൂ. ഓട്ടോയ്ക്ക് 50 രൂപ പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കട്ടെ, ഓട്ടോയ്ക്ക് ഒരു 2 ടീമായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ 100 രൂപ പറഞ്ഞാൽ 1/2 കിലോമീറ്റർ കൂടിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 30 രൂപ ഓട്ടോ ഉള്ളൂ. ഒരു 50 രൂപ കൊടുക്കുന്നുണ്ട് 2 ഇതായിട്ട്. പിന്നെ അതിലൊരു തിരുത്തുണ്ട് കേട്ടോ. 900 രൂപ പറഞ്ഞത് അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തിക്കുന്നതാണ്. 900 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്നതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ബസ് ചാർജും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കേട്ടോ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കി വിട്ടത് അറിയില്ല. ഇവിടെ നിന്ന് ബസ് കിട്ടുമായിരിക്കും. ഒരുപാട് ലേറ്റായിട്ടോ. ലേറ്റ് എന്ന് പറഞ്ഞാൽ 6:30 അവിടുന്ന് ബസ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ നിന്ന്. അവിടുന്ന് 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. 42 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7:30 എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ റൂമിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ റൂമുണ്ട്, അമ്പലമക റൂമുണ്ട്. ലളിതാംബിക അതായത് ലളിതാംബിക എന്നാണ് അതിൻ്റെ പേര്. 400 to 300 രൂപ അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. പോയി നോക്കാം. നേരെ വന്നിട്ട് അതായത് ഓട്ടോ സ്റ്റാൻഡ്, അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1/4 കിലോമീറ്റർ, ഒരു 10 മിനിറ്റ് നടത്തം. അതിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലളിതാംബിക ഹോട്ടലാണ്. ഇവരെ അമ്പലം വക തന്നെയാണ്. റേറ്റ് കുറവാണ്. നോക്കട്ടെ. ഇവിടെ ഫുള്ള് ഹോട്ടൽസ് കേട്ടോ. പലതും പല റേറ്റുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതാ വെച്ചാൽ അത് വയ്ക്കുക.
അപ്പോൾ അമ്പലം ആ കാണുന്നത് കേട്ടോ, അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. ആ കാറൊക്കെ വരുന്ന ആ ഭാഗത്താണ്. നമ്മളിങ്ങനെ റൂം നോക്കിയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടോ, ലളിതാംബിക. ആ കാണുന്നുണ്ട്. റൂമുണ്ടോയെന്ന് ആദ്യം പോയിട്ടൊന്ന് അന്വേഷിക്കട്ടെ നമ്മൾ. അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടോ, ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. നല്ല തിരക്കാണ്. നാളെ സൺഡേ ഉണ്ട്, ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ ഉണ്ട്. നല്ല തിരക്കാണ്. അപ്പോൾ റൂം കിട്ടുമോ തന്നെ നോക്കേണ്ടി വരും. നോ റൂമില്ല.